ഹലോ അമ്മച്ചിയെ. ആ എന്താ ഉഷാറൊക്കെ ഉണ്ട്. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോ ഭയങ്കര ഉഷാറായില്ല. അല്ല നോക്കിട്ട് ഒരു വഴക്കുണ്ടാക്കി കഴിയുമ്പോ ഉഷാറായില്ലേ? ആ നീ ഉഷാറായല്ലോ. നീ ഉഷാറാണല്ലോ. ഞാനും ഉഷാറാണ്. അപ്പൊ എന്തായിരുന്നു നമ്മള് വീഡിയോ എടുത്തതിന്റെ കാരണം പറയാൻ വെച്ച്? കാരണം പോരട്ടെ. എനിക്ക് വയ്യായിരുന്നു. എനിക്ക് വയ്യായിരുന്നു. ഞാൻ കിട്ടി പറഞ്ഞത് നമുക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വഴക്കുണ്ടാക്കണ തിരക്ക്. വഴക്കുണ്ടാക്കണ തിരക്ക് അങ്ങനെയൊക്കെ ആയിരുന്നോ? ലൈഫിൽ ഞാൻ ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വഴക്കുണ്ടാക്കി പെട്ടെന്ന് കോംപ്രമൈസ് ആക്കി. ഇത് ഒരാഴ്ച നീണ്ടു. അമ്മോ എന്നിട്ട് ലാസ്റ്റ് അമ്മയും ഇവളും കാല് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കാത്ത എന്റെ തെറ്റായി പോയി. എണ്ണ പിടിക്കാന് അല്ല, വീഡിയോ എടുക്കാത്ത ആരുടെയും തെറ്റല്ല. അല്ല, അമ്മ എന്റെ കാല് പിടിച്ചതേ വീഡിയോ എടുക്കാത്ത എന്റെ തെറ്റായിരുന്നു. അപ്പൊ നമ്മുടെ ഇപ്പൊ എല്ലാവരും നമ്മള് എത്ര പെർഫെക്റ്റ് ഫാമിലി ഒന്നുമില്ല. എല്ലാവരും വീട്ടിലുള്ള ചെറിയ ചെറിയ പിണക്കളും കാര്യങ്ങളും പക്ഷെ കൂടി പോകും. അതാണ് പ്രശ്നമായ. പക്ഷെ ഇത് എന്റെ കൺട്രോളിൽ നിന്നില്ല. വേറെ കുറച്ച് പ്രശ്നങ്ങളായത് എല്ലാം കൂടി ഇതായപ്പോ നമുക്ക് ടെൻഷനായി. അല്ല വെച്ചേ പക്ഷെ എല്ലാരും അങ്ങോട്ടും കൂടി വഴക്കുണ്ടാക്കുമ്പോ കുറച്ച് ഇത് എന്താ ഉള്ളിന്ന് എല്ലാം പുറത്ത് ചാടി. അപ്പൊ അതുകൊണ്ട് എല്ലാം പുറത്ത് ചാടാനും ഉണ്ടായിരുന്നൊന്നുമില്ലടാ. നമ്മൾ അങ്ങനെ ഒച്ചപ്പാടും ബഹളം അങ്ങനെയല്ല. ഞങ്ങളുടെ ഇവിടുത്തെ വഴക്കൊക്കെ സൈലന്റ് വഴക്കുകളാണ്. സൈലന്റ്. അല്ലാണ്ട് ഈ സൈലന്റ് ആണ് മനുഷ്യനെ കൊല്ലുന്നത്. എനിക്ക് സൈലന്റ് വീട് സൈലന്റ് ആയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ അത് അപ്പൊ എപ്പോഴും ഒച്ചുണ്ടാക്കണ അല്ല നമ്മളത് അമ്മച്ചി നിങ്ങൾ പറയണ്ടല്ലോ, നമ്മൾ സ്നേഹം ഹാപ്പിനെസ് പണം കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഈ ഹാപ്പിനെസ് വെറുതെ കിട്ടണല്ല, നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായ? നമ്മൾ ഉണ്ടാക്കിയാലേ കിട്ടത്തുള്ളൂ. അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ കോമാളിത്തരം കാണിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി തരുമ്പോ നിങ്ങൾ എനിക്ക് തിരിച്ചെന്റെ പൈസ ആയിട്ടല്ല, സമാധാനം. മനുഷ്യരല്ലേ എപ്പോഴും ഒരേ ലെവലിൽ ജീവിക്കാൻ പറ്റൂല. മനുഷ്യരുടെ ചിന്തകളും ഇതൊക്കെ മാറി മാറി വരൂലേ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ അങ്ങനെ പറ്റൂല. അഴുക്കന്റെ തന്നെയല്ലേ. പിന്നെ നമ്മുടെ വീട് പണി നടക്കുന്നു. അപ്പൊ പകലൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. അതിന്റെ ശബ്ദം വീട് പണി ലേറ്റ് ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് വേറെ കേസ്. പറഞ്ഞ സമയത്ത് പണി തീർക്കാത്തതിന്റെ ടെൻഷൻ വേറെ. അപ്പൊ അങ്ങനെയാണ് വരുന്ന കേസായി. മാരാ ഫൈറ്റ് ബോലോ. अच्छा लगता है. ओ किसका एक्टिंग अच्छा है? फाइटिंग एक्टिंग अल्लाह आधा. इसका कौन सा इसका बोलो अच्छा लगता है. बोलो അവൾക്ക് ടെൻഷൻ എല്ലാം എന്റെ അമ്മായിമാർന്ന് നമുക്ക് മിണ്ടിയില്ലേ. അപ്പൊ ഈ കൊച്ചു പറഞ്ഞു ഞാൻ പോണു മുമ്പ് മിണ്ടിയില്ലോ. അപ്പൊ എനക്ക് സമാധാനമായി പറഞ്ഞിട്ട് പാവം. പക്ഷെ അല്ല, ഇവനെന്നായിരുന്നു കുഴപ്പം? വഴക്കിട്ടപ്പോ നിനക്കായിരുന്നു ലാഭം. എന്ത് ലാഭം? നിനക്കെന്താ നഷ്ടം ഉണ്ടായിരുന്നെ? 3 നേരം ഫുഡ് നന്നായിട്ട് ഫുഡ് കിട്ടി, നല്ല സമാധാനം നിനക്ക് കിട്ടി. എനിക്ക് വിഷമം കഴിക്കണ്ടേ? ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ ചായ മാത്രം കുടിച്ചിട്ട് ഇരുന്നു. പക്ഷെ ലാസ്റ്റിലായപ്പോ നടക്കണം ബുദ്ധിമുട്ടായി പോയി. അപ്പൊ ഞാനും ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചോ. ഉച്ച കഴിഞ്ഞിട്ട് എന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടില്. അടയോ ചക്കടക്ക് മുമ്പ് എന്താ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? ഇവൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. നിനക്ക് കുടന്തിയൊക്കെ വന്നു ഫുഡ് കഴിച്ചു. ഞാൻ നോക്ക് ക്ഷീണിച്ചിരിക്കുന്നേ. വെല്ലിച്ച് നമ്മള് വേറെ കാര്യം, നമ്മള് വീട്ടിൽ ഒരിക്കലും സൈലന്റ് ആവരുത്. മനസ്സിലായോ? വയലന്റ് ആവാമോ? സൈലന്റ് ആവുമ്പോഴാണ് വയലന്റ് വരുന്നത്. പിന്നെ കെട്ടിക്കഴിഞ്ഞ ആൺമക്കള് വീട്ടിലോട്ട് വന്ന് കേറുമ്പോ കുറച്ച് സമാധാനം വരണം. ഞങ്ങൾ തമ്മിൽ ഒച്ചപ്പാടും ബഹളം അങ്ങനെ ഒച്ചപ്പാടല്ല. അമ്മ ഒന്നാമത്തെ വയ്യെങ്കിലും സൈലന്റാ. മനസ്സിലായി? അപ്പൊ ഇവൾക്ക് അത് കാണുമ്പോ വിഷമമുണ്ട്. കാരണം അമ്മ പഴയ പോലെ ആക്റ്റീവ് ആവുന്നില്ല. ഒരു ഇതില്ലേ? അങ്ങനെയാണ് ഓരോ വീടുകളിൽ എത്ര പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയാം, നിങ്ങൾക്ക് എന്നെ കൊണ്ട് കുടിച്ചിട്ടോ മറ്റോ ഒരു ദോഷവും ഇല്ല ഇവിടെ. ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഹാപ്പിനെസ് ഉണ്ടാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ട അതൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഇല്ലെന്നല്ല. അപ്പൊ നമ്മള് എനിക്ക് എന്താ വേണ്ടത്? വീട്ടിൽ കയറുമ്പോ നിങ്ങളുടെ ചിരിയും കളിയും എനിക്കതാണ് കാണേണ്ടത്. മനസ്സിലായോ? ഇനി തൊഴിൽ ഞങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കൊന്നുമില്ല. വഴക്കല്ല. അമ്മയ്ക്ക് അമ്മയുടെ ഓരോ വിഷമം. അമ്മക്ക് അമ്മ പറയുന്നത് എനിക്കറിയില്ല. ഉള്ളിന് സന്തോഷം സന്തോഷം ഉണ്ടായിരുന്നില്ല. സന്തോഷം എന്താ മനസ്സാ? അടുത്ത എൻട്രി വന്നു എൻട്രി കാണിച്ചു. ഓ
അമ്മേനെ പോലെ എന്താണ് ചുന്ദരി? എന്താണ് ഇതൊക്കെ? ഇഷ്ടായ പൊന്നസിന് ഇഷ്ടായ ചുന്ദരി അതാ ഇത് മറ്റേ ഇപ്പൊ പിമ്പിൾസ് കവർ യൂസ് ഇല്ലല്ലോ, കവർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അത് പളുക്കുമ്പോ ഇങ്ങനെ ആ പാട് മാറ്റാൻ വേണ്ടിട്ട് ചെയ്യണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ ഇത് അത്ര നല്ലല്ലേ, പണ്ടേ മെരിന ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ബ്ലാക്ക് കളർ, അത് നല്ല ഉണ്ടായിരുന്നു. ഓ, ഇത് അത്ര ഇത് അപ്പൊ അങ്ങനെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ ഭയങ്കര അടി ഭയങ്കര അടി. അല്ലെന്ന് ഒരു വീട്ടിൽ 2-3 പേരുണ്ടായിട്ട് തന്നെ പ്രശ്നങ്ങള്. അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കിന് വല്ലതും പറയാൻ പറ്റുമോ? ഇപ്പൊ സമാധാനത്തിൽ നമ്മൾ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി അവിടത്തേക്കില്ല. അല്ല സോയിക്കുട്ടിയെ, അമ്മയാണ് തുടക്കാരി, വേറൊന്നുമല്ല. അമ്മക്ക് ഉള്ളിൽ സന്തോഷം വന്നില്ലേ, എന്ത് കാരണം കൊണ്ടാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തുള്ള കുറെ നാളുകളായിട്ട് എനിക്ക് അതേ പറഞ്ഞ അറിയില്ല. അങ്ങനെ അമ്മ ചെയ്ത് കഴിഞ്ഞാ ഞാനിപ്പോ എനിക്ക് അങ്ങനെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഞാനത് കൂടുതൽ ഒരു ദിവസമാണ് ഓക്കെ. ഇതിപ്പോ അമ്മയുടെ ആ ടെൻഷൻ 2 മാസമായി. പക്ഷെ ഇന്ന് എനിക്ക് ഡോക്ടർ വന്നതിന് ശേഷം ഞാൻ ഒരു ഇത് ഓക്കെ ആയത്. പറയണേക്ക് 2 മാസമായി. അപ്പൊ ഈ 2 മാസവും വീഡിയോ എടുക്കല്ലേടെ വെച്ച് പൊന്നിച്ചെടുത്ത നല്ല ഫോണിലെടുക്കാം, അമ്മയുടെ ഫോണിലെടുക്കാം. ഒരാൾ ഇവിടെ സംഭവം വെച്ചാൽ ഇപ്പൊ ഇവള് ഡൗൺ ആയാൽ നമ്മൾ ഡൗൺ ആവും, അമ്മയും ഞാനും. അമ്മയും ഡൗൺ ആയാൽ ഞാൻ ഡൗൺ ആവും. കാരണം വെച്ചാൽ എനിക്ക് ഈ നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇഷ്ടം. എനിക്ക് ഒരാളുടെ പ്രശ്നത്തെ പിടിക്കാൻ താല്പര്യമില്ല. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, പ്രശ്നമില്ല, പക്ഷെ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ഇത് ഇങ്ങനെ ഒരുമിച്ച് കളിച്ചിരുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. മനസ്സിലായി? അത് എല്ലാ ആൺമക്കളും, കല്യാണം കഴിച്ച എല്ലാ ആൺമക്കളും പറയണേക്ക്, ഞാൻ പറയണേക്ക്, അതിന്റെ ഇടയിൽ നീ കുത്തി കേട്ടല്ലേ. അതായത് കല്യാണം കഴിച്ച എല്ലാ ആൺമക്കളും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്നറിയോ, അമ്മയും അവന്റെ സ്വന്തം അമ്മയും ഭാര്യയും ഒരു കൂട്ടുകാരികളെ പോലെ കൂട്ടുകൂടി നടന്നു പോണ കാണാൻ. അതാ നടക്കാത്ത സ്വപ്നം അല്ല, നമ്മുടെ വീട്ടിൽ നടക്കാത്ത നമ്മുടെ നമുക്കെന്താ എല്ലാം കിട്ടി, എല്ലാം കിട്ടിയിട്ട് അതിന്റെ മറ്റേ ഇതില് ഇത് ചെയ്യില്ലേ, തീൻകുത്ത് അല്ലേ, കുന്തളിപ്പ്. അതാണ് ഇവിടെ കാണിക്കണത്. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ വരുത്തി വെക്കരുന്ന് പറയാം. ഇപ്പൊ എനിക്ക് ടെൻഷൻ കയറി ഞാൻ വച്ചെടുക്കും, പക്ഷെ ഞാൻ ഒരു ദിവസത്തിനപ്പുറം കൊണ്ടുപോകില്ല അത്. അതെ, ഇത് വന്നില്ല, നാളെ ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല, നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് വഴക്കുണ്ടായപ്പോഴാണത് അമ്മ ഓക്കെ എനർജി കിട്ടി. നീ വഴക്കുണ്ടായപ്പോ ഞങ്ങള് കണ്ടു ഒറ്റക്കെട്ട. അതങ്ങനെയാണ്, അതങ്ങനെയാണ്. അതല്ല രസം. അന്ന് കാര്യമൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലും സോയിക്കുട്ടി ഇവിടെ സോഫ വന്ന് കിടന്നു അന്ന് രാത്രി. ഞാൻ അവിടെ റൂമിലായിരിക്കുമല്ലോ. അപ്പൊ അവിടെ പോയി പോവും, എന്റെ വീട്ടിൽ പോയി എനിക്ക് രാത്രി ഓർക്കം വന്നില്ല. അമ്മ എന്റെ വീട്ടിൽ പോയാ? അതൊക്കെ അപ്പ ഒന്നും അറിയില്ല, സംസാരിക്കുമ്പോ പറയുന്നു, സംസാരിക്കുമ്പോ അതെന്താ ഓ അന്ന് അത്. അപ്പൊ ഇവിടെ പറഞ്ഞ് ഉറങ്ങണത്. ഞാൻ പറയട്ടെ, എനിക്ക് അത്രയും എനിക്കല്ല, നിങ്ങൾ ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ജീവനാണ്. മനസ്സിലായത്? കാരണം വെച്ചാൽ പറയട്ടെ ചോദിക്കട്ടെ, എന്താ രാവിലെ നീ ഇവിടെ കിടന്നല്ലോ, രാത്രി കിടന്നല്ലോ, രാവിലെ എണീച്ചപ്പോ എന്താ തോന്നുന്നു? രാവിലെ എനിക്ക് പൊതുപ്പുണ്ട്. രാത്രി ഇവിടെ പുതച്ചുണ്ടായില്ലേ, അപ്പൊ ഞാൻ പുതപ്പുകൊണ്ട് ഇവിടെ ഉറങ്ങുമ്പോ കൊണ്ടുവച്ചോ. മനസ്സിലായ? ഞാൻ വിചാരിച്ചു ഇത് നീ ആണ് വിചാരിച്ചു. പിന്നെ എൻസി എണീച്ചപ്പോ എൻസി ചോദിച്ചു ഇത് ആരെ കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നീ കൊണ്ടുവന്നോ? ഇല്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു അപ്പു ആണല്ലോ പൊതുപ്പ് ഇട്ടിട്ട്, അപ്പു ആണല്ലോ പൊതുപ്പ് ഇട്ടി തന്നോ വിചാരിച്ചു. അപ്പൊ എന്താ തോന്നി? സ്നേഹമൊക്കെ ഉണ്ടല്ലേ. അതങ്ങനെയാണ്. നിന്റെ മുഖത്തൊക്കെ പേടി. അപ്പൊ ഞാൻ ഒരു ദിവസം നിനക്ക് ഉമ്മ കൊടുത്തിട്ട് പോയാലും നിനക്ക് അറിയോ? സത്യം. അത് ഞാൻ അവിടെ അടച്ചിട്ട് പോയിക്കല്ലേ, പിന്നെന്തുവാ? അമ്മ രാവിലെ ഡ്യൂട്ടി പോകുമ്പോ സാരി എടുക്കുന്ന വരില്ലേ, ഒരു ദിവസം നീ ഡോർ ക്ലോസ് ചെയ്യാനും മറന്നുപോയി. അതായത് ഞാൻ ഡോർ ഓപ്പൺ ചെയ്തോടെ ഉറങ്ങി. മനസ്സിലായി. അപ്പൊ ക്ലോസ് ചെയ്യാനും മറന്നുപോയി. അപ്പൊ ഞാനും വന്ന് നിനക്ക് കുറെ നേരം നോക്കി, ഒരു ഉമ്മക്കെ കൊടുത്തോ, പിന്നെ ഓടി ഞാനും. നിങ്ങള് എനിക്കുണ്ടല്ലോ, എന്റെ പിണക്ക് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ വഴക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മച്ചി, ഞാൻ പറയുന്നത് ചില സമയത്ത് ഭാര്യ ഭർത്ത വഴക്ക് വേണം. വഴക്കിന്റെ സ്നേഹത്തിന് മൂല്യം മനസ്സിലായില്ല. അമ്മ വഴക്ക്, ഞാൻ പറയട്ടെ, ഒരു വഴക്കില്ലാണ്ട് പോയി കഴിഞ്ഞാൽ വഴക്കില്ലാതെ പോകാൻ പറ്റൂല. വഴക്കല്ല, അത് ഇടയ്ക്ക് വരണം. അപ്പൊ ഞാനത് ഒരു ദിവസം കൂടുതൽ വെക്കുന്നില്ലല്ലോ, മാക്സിമം പെട്ടെന്ന് തീർത്താൻ നോക്കൂലേ. മനസ്സിലായോ? ഞാനിപ്പോ ഒരാഴ്ച ഇത് പിടിച്ചിരുന്ന കാര്യം എന്താണെന്നറിയോ,
ഞാൻ അകത്ത് പോയിട്ട് ഡോർ ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഡോർ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇവള് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ കുത്തും. ചിരിക്കും, ചിരിക്കുന്നേ, വിശക്കുന്നു, ഫുഡ് മേടിച്ചാ അങ്ങനെ പറയുമ്പോൾ ഇവളുടെ ആ പിള്ളേരെ പോലെ സംസാരം നമ്മൾ വീണ് പോകും. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച ആ ഡോർ ക്ലോസ് ചെയ്തിട്ടത്. മനസ്സിലായി. അപ്പൊ ദേശത്തിലില്ല ഞാൻ വരും, അത് കാരണം നീ ക്ലോസ് ചെയ്യും. നീ വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പ്രശ്നം തീരും. മനസ്സിലായ? പക്ഷെ ദേശം നിനക്ക് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് നോക്കാതിരിക്കാൻ എനിക്ക് ഞാൻ നോക്കിക്കാൻ ചില ചിരി വരും എനിക്ക്. അല്ല വഴക്കിടുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ചിരി തന്നെ. വേറെ ഒന്നല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആക്ട് ചെയ്ത് ഇരിക്കും. എനിക്ക് അങ്ങനെ അറിയില്ല. അല്ല കാരണം ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കരുന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ ഇതിപ്പോ ഈ കുടുംബത്തിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും. അല്ല അപ്പൊ ഞാൻ ദേഷ്യത്തിലേ ഇവൾക്ക് ഇടയ്ക്ക് പറയാറുണ്ടല്ലോ വഴക്കുണ്ടാക്കും വീട്ടിൽ പോകണം. അപ്പൊ ദേഷ്യത്തിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഈ 5-ാം തീയതി പോവല്ലേ അവര്. അപ്പൊ അങ്ങനെ ടിക്കറ്റ് ബുക്ക് അവള് പോവല്ലോ. അപ്പൊ കൂടെ ഇവിടെ വിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ അപ്പൊ ഇവള് പറയാണ് എന്തിനാ ടിക്കറ്റ് ബുക്ക്? ഞാൻ നീയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പോകണമെന്ന്. അപ്പോൾ പൊക്കോളാം. അവള് പറഞ്ഞു ഞാൻ പോകത്തില്ല. അവന് കൊച്ച് ഇവിടെ എക്സാമല്ല. അപ്പം ഞാൻ കൊച്ചിനെ എക്സാം കഴിഞ്ഞിട്ട് വിടാന്ന്. അപ്പോഴും ഇവള് പോകത്തില്ല എന്ന്. എന്താ പോകത്ത? പോകണ്ടേ വീട്ടില്? നീയല്ല പറഞ്ഞ ചേച്ചിന് വീട്ടിൽ പോകണം കാണണം അങ്ങനെയാണ് ഇങ്ങനെയാന്ന് വന്ന. അത് നോർമൽ ടൈമില് ഞാൻ പറയൂലേ ചേച്ചിക്ക് വയ്യ ഉണ്ടോ അപ്പൊ പൊക്കോളണം. എന്താ പോവാത്തെ? അവിടെ പോയി പ്രാന്ത് ആവൂല. ചിലപ്പോ ഞാൻ ചത്തു പോയാലോ. അയ്യോ നിനക്ക് നോക്കണവും പറ്റൂല. എന്താ നോക്കണ പറ്റില്ല? ഞാനൊക്കെ നോക്കണവും പറ്റൂല നിന്നെ. പക്ഷെ നമുക്ക് വിഷമമാകുമ്പോ എന്തെങ്കിലും വേറെ ചിന്തകൾ വരും. അത് ശരി. നിനക്ക് തോന്നണ്ട ഞാൻ നിന്നെ വിടുമെന്ന്? നിനക്ക് തോന്നണ്ട ഞാൻ നിന്നെ വിടുമെന്ന്? വിടൂല നീ. പിന്നെ അത്രക്ക് ദേഷ്യം കണ്ടിട്ട് എന്റെ ചക്കരേനെ ഞാൻ ഉപേക്ഷിക്കില്ല. മനസ്സിലായ? എന്റെ അമ്മ പറഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ല. അമ്മമാര് ഈ കെട്ടോളം ഉപേക്ഷിക്കാരും പറയില്ലടാ. ഇതുണ്ടല്ലോ മനുഷ്യർക്ക് എപ്പോ ഇത് ചേഞ്ച് ആവും എന്താവും നമുക്കൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണ്. മനസ്സിലായോ? അത്രയാണ്. എന്താ ഞാൻ മോളെ പോലെ കരുതുന്ന കൊള്ളു അവളുടെ എന്തെങ്കിലും. പിന്നെ നീ അടിച്ച വഴക്കുണ്ടാവാറില്ലേ? നിങ്ങളെ ചീത്ത പറഞ്ഞോളൂ. ഞാൻ സോണത്തിന് ചീത്ത ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ സോണത്തോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. എന്താ പറയൂ ദേഷ്യം ആകുമ്പോ ഞാൻ എല്ലാവർക്കും വഴക്ക് പറയും, ഒച്ചയിടും. പക്ഷെ അങ്ങനെ എനിക്ക് ഉള്ളിൽ വെക്കൂല. ഉള്ളിലേ വെക്കൂല. ഉള്ളില് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ വായല് പറയും. പക്ഷെ ദേഷ്യം വരുമ്പോ നമുക്ക് പഠിപ്പിക്കണം. എന്താ പറയാ? അത് പ്രകടിപ്പിക്കണം. ഒന്നുമില്ലല്ലോ പിന്നെ ദേഷ്യം. ഒന്നാമത്തെ മെയിൻ റീസൺ വാതില് കുറ്റിയിടുമ്പേ ഇവള് വർത്താനം പറയുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ ചിരിച്ചു പോകും. അതാണ് മെയിനായിട്ട് കേസ്. പാവം അങ്ങനെ അവിടെ കേട്ടെ. അപ്പൊ നമുക്ക് പൊളിക്കാം. അപ്പൊ അതിന് ഒരാഴ്ച മൂഡ് ഓഫ് ആയി കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി പോകുന്നുള്ളൂ നമ്മുടെ മെരീനക്കുട്ടി. അല്ല മെരീനക്ക് പോകാൻ താല്പര്യമില്ല കേട്ടോ. മെരീന അതേ ഇവിടെ കല്യാണം കഴിച്ച് സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ട് അല്ലെ? ഫസ്റ്റ് സ്വന്തം കാലിൽ നിൽക്കാനോ, അത് കഴിഞ്ഞിട്ടൊക്കെ കല്യാണം മതി. കല്യാണം ഇവിടുത്തെ ആൾക്കാരെ കഴിക്കണം. പവറാവില്ലേ നമ്മള്? പിന്നെ എനിക്ക് പവർ ഓർവൊന്നുമില്ല. ചില സമയത്ത് ഇങ്ങനെ ഇതാണ്. അല്ലാണ്ട് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടോ കേട്ടോ. നമുക്ക് വയ്യാതെ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാലും നമ്മള് എന്നെ പോലെ ഞാൻ പണ്ട് തുടങ്ങി അങ്ങനെയല്ലടാ. നീ എനിക്ക് അറിയാലോ. പണ്ട് തുടങ്ങിയ ഞാൻ അങ്ങനെയാ. അല്ലാണ്ട് ഈ ഇവിടെ പ്രശ്നമുണ്ട്. പണ്ട് തുടങ്ങിയവേ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ട് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ നിങ്ങളോടല്ല വേറെ ആരോടാണെങ്കിലും ഒരു വിഷമം അങ്ങനെ മിണ്ടായിരിക്കരുന്ന്. പക്ഷെ ഞാനിങ്ങനെ പറയില്ല. പറഞ്ഞു കഴിയുമ്പോ ഞാൻ വിചാരിക്കണ അമ്മേനെ ഇഷ്ടമില്ലാത്തവരാണ് ഈ കുഴപ്പമില്ല. അമ്മ നാശത്തിലൂടെ പോകും. മനസ്സിലായി? അത് നമ്മൾ ഇപ്പൊ ഇവിടെ ഞാനുണ്ട്. ആൻസിക്ക് അത് കാണും വിഷമമായിരിക്കും അമ്മനെ കാണുമ്പോൾ. അവൾക്ക് ചെവി കേൾക്കത്തില്ല. അപ്പോൾ അവൾക്ക് ഈ കാഴ്ചകളിലൂടെ മനസ്സിലാവും. അതാണ് അവളുടെ ഒരു. അപ്പോൾ അവൾക്ക് വിഷമം ഉണ്ടാവും, എനിക്ക് വിഷമം ഉണ്ടാവും. മനസ്സിലായി? ഇവൾക്കും വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ സാധാരണ വന്നു കഴിഞ്ഞാൽ കിച്ചണിലോട്ട് വന്ന് ഇവിടെ വർത്താനം പറയാം അങ്ങനെയൊക്കെ വരുമ്പോ അവൾക്കത് എന്ന് വന്നാലും ഫസ്റ്റ് ഞാൻ കിടക്കേ ചെയ്യും. അതെ കിടക്കും. പക്ഷെ പിന്നെ എണിക്കുന്നില്ല.
പക്ഷെ ഇത് കുറച്ച് നാള് മിണ്ടില്ലെന്ന് നമുക്ക് ഒരു വിഷമം വരും. ടെൻഷൻ ഉള്ളില് നമുക്ക് എന്താ പ്രശ്നം. അപ്പൊ ആരുടെ കയ്യിൽ എന്തെങ്കിലും എന്താ ഉള്ളിന് സന്തോഷം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനുള്ള മെഡിസിൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും, ഞാൻ മേടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു കുറവുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് ആശുപത്രി പോയപ്പോ എനിക്കൊരു അതെന്ത് ഇഞ്ചക്ഷൻ ആയിരുന്നു? അത് വേണമെങ്കിൽ മേടിച്ചു വെക്കാം. അല്ല, അത് ഗ്യാസിന്. പക്ഷെ നമുക്ക് ഇങ്ങനെ അസ്വസ്ഥത എന്നും ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ വേദനയെങ്കിൽ ഇതിന്. അപ്പൊ അതിന്റെ അസ്വസ്ഥത അതല്ല ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഇതായി. അവൾക്ക് ചുമ്മാ ഇങ്ങനെ ചെയ്യുവാണ്. എനിക്ക് എന്താ നല്ല ജീവിതത്തിൽ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. അത് ഞാൻ എക്സാമ്പിൾ പറയണമെന്ന് ചോദിച്ചാൽ 1ാം ക്ലാസ് തൊട്ട് 3ാം ക്ലാസ് വരെ നിന്നപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എലിക്കുട്ടി എന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അതെനിക്ക് ലക്കാണ്. അത് കഴിഞ്ഞ് 3ാം ക്ലാസ് പോയിട്ട് ഞാൻ തോറ്റപ്പോഴാണ് ഈ അമ്മ വന്നത് 3ാം ക്ലാസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10 വരെ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കയറിങ്. മനസ്സിലായോ? എനിക്ക് ഓർമ്മ വെച്ച കാലത്ത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് ലൈഫിൽ ആ ഒരു അമ്മയുടെ കയറി എനിക്ക് നിന്നോടുള്ള പിന്നെയും കിട്ടി. അതായത് ഞാൻ അവിടെ വർക്ക് ചെയ്തത്, ഞാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. 4 വർഷക്കാലം അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു കിട്ടി. മനസ്സിലായോ? പിന്നെ അത് കഴിഞ്ഞ് എന്താ ഒരു ലക്ക് പോലെ അടുത്ത കൊച്ച് ഒരമ്മയുടെ രീതിയിൽ പോലെയാണ് കൊച്ച് എന്നെ കയറിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പണിയിരുന്നപ്പോൾ കൊച്ചെന്താ ചെയ്യുന്നറിയോ? ഞാൻ പറയാം, പൊന്നസേ മോനെ, ഇനി അതിന്റെ വാരി ഇരിക്കണോട് കേട്ടോ. എന്താ അതെന്തൊക്കെ പറയോ വന്നേ? അപ്പൊ പിണങ്ങിയിരുന്നല്ലോ. അപ്പൊ പൊന്നൂസപ്പയ്ക്ക് കുറെ ഉമ്മ വന്നില്ല അവിടെ വെച്ചിട്ട്. അതെന്തിനാ വന്നേ? അത് ആര് പറഞ്ഞിട്ടാ? ഹാപ്പി ആവാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവള് പറഞ്ഞു കൊടുത്താണ് കറക്റ്റ്. ഇവള് എന്നെ ഉമ്മ വയ്ക്കൂല, അതേപോലെ തന്നെ ചെയ്തത്. എന്ന് കാണിച്ചു പൊന്നിച്ചാ എങ്ങനെ ഉമ്മ വെച്ചാ കാണിച്ചെന്ന്. അപ്പൊ ഹാപ്പി ആയില്ല? ഞാൻ ചിരിക്കണം, ഞാൻ കൺട്രോൾ ദേഷ്യം പിടിക്കാണ്ട് ചിരിക്കുകയാണ്. ഇവള് മെരീനത് കാണാണ്. ഞാനാണ് നിങ്ങളെ ഇത്ര ഉള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം ഉള്ളിൽ വന്നില്ല. അപ്പൊ അതിനുള്ള ഇഞ്ചക്ഷൻ എല്ലാം ഉണ്ടെങ്കിൽ മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം, നമുക്ക് മേടിച്ചു കൊടുക്കാം. അല്ലെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മേടിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പൊ കാരണം ഇവിടെ അമ്മ ഹാപ്പിയായ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. മെയിനായിട്ട് അതാണ്. അമ്മ ഹാപ്പിയായി ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അത് കഴിഞ്ഞ് സോയിക്കുട്ടി ഹാപ്പിയാവും. അങ്ങനല്ല, അപ്പൊ വീട് മൊത്തം ഹാപ്പിയാകും. നമുക്ക് എന്താ കാര്യം, ഒരാള് വിഷമം എല്ലാവർക്കും ഇതായിരിക്കും. അതാ പ്രശ്നം. എല്ലാവർക്കും ടെൻഷനാണ്. അതങ്ങനെയാ. കാരണം വീട്ടിൽ ഒരാൾക്ക് വിഷമം, ചെറിയായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ഒരേപോലെ വിഷമം അതായി പോകും. അപ്പൊ ഓക്കെ അല്ല സോയിക്കുട്ടി? ഓക്കെ ആയി. അപ്പൊ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് 9 ആയി. നാളെ കോഴിക്കോട് പോകണല്ലേ? നാളെ രാവിലെ ഞാൻ കാലിക്കറ്റ് പോകും. എന്റെ ഫ്രണ്ടിക്ക് വീട്ടില് ഒരു കുഞ്ഞു ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ ജസ്റ്റ് രാവിലെ പോയിട്ട് വേഗം തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.